നിങ്ങൾക്കറിയാം നമ്മുടെ സ്റ്റോറേജ് ഡിവൈസുകളിൽ ഇപ്പോൾ 21ാം നൂറ്റാണ്ടിലെ നമ്മുടെ സ്റ്റോറേജ് ഡിവൈസുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഡിവൈസ് അല്ലെങ്കിൽ SSD എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പണ്ട് മുതലേ ഉള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ച് ഹാർഡ് ഡിസ്കിന് നമുക്കറിയാം ഇതിനുള്ളിൽ ഒരു മെക്കാനിക്കൽ പാർട്ട് ഉണ്ട്. അതായത് നമുക്ക് ഇത് സ്പിൻ ചെയ്യാൻ വേണ്ടി ഇതിനുള്ളിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്ലേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് വളരെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 7200 പ്രാവശ്യമാണ് ഇതുപോലുള്ളൊരു നോർമൽ സർവൈലൻസ് ഹാർഡ് ഡിസ്കിന്റെ പ്ലേറ്റർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളൊരു മോട്ടർ ഉണ്ട്. പക്ഷേ ഇതുപോലെയുള്ള SSD എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻഡ്രൈവിനുള്ളിലെ മെക്കാനിസമാണ്, അതായത് ഒരു ചിപ്പാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇതിനകത്ത് കറങ്ങുന്ന യാതൊരു പാർട്ടുകളും ഇല്ല. അപ്പോൾ കറങ്ങുന്ന ഒരു പാർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ SSDക്കുള്ളിൽ വളരെ കുറച്ച് ഹീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച് നോയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ വളരെ കുറച്ച് പവർ മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാർഡ് ഡിസ്ക് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സർവൈലൻസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സർവൈലൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഈ ഓൾഡ് സ്കൂൾ ഹാർഡ് ഡിസ്കുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുപോലുള്ള SSDന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫാസ്റ്റ് ഡാറ്റ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് കേപ്പബിലിറ്റിയാണ്. അതായത് നമ്മുടെ ഈ ഒരു ഓൾഡ് സ്കൂൾ ടെക്നോളജി ആയിട്ടുള്ള ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ച് 10 ഇരട്ടി സ്പീഡാണ് SSDക്ക് വരുന്നത്. അതായത് ആവറേജ് ഒരു ഹാർഡ് ഡിസ്കിന്റെ വേഗത എന്ന് പറഞ്ഞാൽ 30 Mbps പെർ സെക്കൻഡ് ആണ്. 30 മെഗാബിറ്റ് അല്ല, മെഗാബൈറ്റ് പെർ സെക്കൻഡ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു 500 മെഗാബൈറ്റ് പെർ സെക്കൻഡ് ആണ് ഒരു സാധാരണ സാറ്റ ഹാർഡ് ഡിസ്കിന്റെ കേട്ടോ. സാറ്റ SSDയും സാറ്റ ഹാർഡ് ഡിസ്കും ആണ്. ഞാൻ NVMe എന്ന് പറഞ്ഞ ഒരു പുതിയ ടെക്നോളജിയൊക്കെ നിങ്ങൾക്കറിയാം ഇപ്പോൾ SSDയുടെ കേസിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുപോലെയുള്ളത് മാത്രമാണല്ലോ നമ്മുടെ DVRന്റെ അല്ലെങ്കിൽ NVRന്റെ ഉള്ളിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഒരു ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ച് 10 ഇരട്ടി സ്പീഡ് ആവറേജ് ഒരു SSDക്ക് തരാൻ കഴിയും. പക്ഷെ നമുക്ക് ഈ ഒരു സ്പീഡിന്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ DVR അല്ലെങ്കിൽ NVR ഉപയോഗിക്കുന്ന ടെക്നോളജി, ഡാറ്റ റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഡാറ്റ റൈറ്റിംഗ് ആണ്. സീക്വൻഷ്യൽ ഡാറ്റ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഒരു ഹാർഡ് ഡിസ്കിന്റെ ഉള്ളിൽ പ്ലേറ്റർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു റൗണ്ട് ഡിസ്ക് ആണ്. ഈ റൗണ്ട് ഡിസ്ക് ആണ് ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഹാർഡ് ഡിസ്കിന്റെ ഉള്ളിലെ ആ പ്ലേറ്ററിനകത്ത് ആ ഹെഡിന്റെ മിഡിൽ പോർഷനിൽ നിന്നായിരിക്കും ഡാറ്റ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ റൈറ്റ് ചെയ്ത് അതിൻ്റെ എൻഡിലെത്തിയ ശേഷം തിരിച്ച് വീണ്ടും ഓവർ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നടുക്കെന്ന് തന്നെ വീണ്ടും റൈറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ശരിക്കും ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിൽ ഡാറ്റ റൈറ്റിംഗ് നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ സീക്വൻഷ്യൽ ഡാറ്റ റൈറ്റിംഗ് എന്ന് പറയുക. പക്ഷേ ഈ ഒരു ഹാർഡ് ഡിസ്ക് എടുത്ത് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കൊണ്ടിടുകയാണെങ്കിൽ അവിടെ റാൻഡം ഡാറ്റ റൈറ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് കമ്പ്യൂട്ടറിന് തോന്നുന്ന സ്ഥലത്താണ് ഈ ഒരു ഡിസ്കിന്റെ മുകളിൽ ഡാറ്റ റൈറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നത്. അതായത് റൈറ്റിംഗ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു DVRന്റെ ഉള്ളിൽ അല്ലെങ്കിൽ NVRന്റെ ഉള്ളിൽ നമ്മളൊരു ഹാർഡ് ഡിസ്ക് ഇടുമ്പോൾ അത് സീക്വൻഷ്യൽ ഡാറ്റ റൈറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് അതിന് മാത്രം വലിയൊരു സ്പീഡിൻ്റെ ഒന്നും യാതൊരു ആവശ്യം വരുന്നില്ല. അതാണ് നമ്മൾ SSD ഉപയോഗിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതേസമയം നമ്മുടെ ഈ SSDയുടെ വേഗത, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരേണ്ടത് നമ്മുടെ സെർവറായിട്ടോ അല്ലെങ്കിൽ ഗെയിമിംഗ് സിസ്റ്റം ആയിട്ടോ എഡിറ്റിംഗ് കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ വേഗത നമുക്ക് പോരായ്മ വരുന്നത്. അല്ലാതെ ഒരു CCTVയുടെ കേസിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഹാർഡ് ഡിസ്കിൻ്റെ വേഗത എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആണ്. പോയിന്റ് നമ്പർ 2, ലൈഫ് ഓഫ് SSD. 2 ടെക്നോളജിയാണ് പൊതുവെ SSDകൾ ഉപയോഗിക്കുന്നത്. ഒന്ന് NAND ഫ്ലാഷ് ചിപ്പ് ടെക്നോളജി, 2 DRAM ടെക്നോളജി. DRAM ടെക്നോളജി ഉപയോഗിക്കുന്ന SSDകൾക്ക് ലൈഫ് NAND ടെക്നോളജി ഉപയോഗിക്കുന്ന SSDകളെക്കാളും കൂടുതലായിരിക്കും. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഒരു ചിപ്സെറ്റ് ആണ്. അപ്പോൾ നമ്മൾ വളരെ വില കുറഞ്ഞ SSDകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പൊതുവെ അവർ NAND ടെക്നോളജിയാണ് ഉപയോഗിക്കുക. അതിനൊരു ഡാറ്റ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിൽ നമ്മൾ DVRന്റെ ഉള്ളിൽ ഹാർഡ് ഡിസ്ക്കാണ് ഇടുന്നതെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനെ പോലെയൊന്നും അല്ല. നമ്മൾ കമ്പ്യൂട്ടർ എങ്ങനെയാണ് കുറച്ച് നേരം ഉപയോഗിക്കുന്നു, നിർത്തുന്നു, പിന്നെ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നു, ചില ദിവസം നമ്മൾ ഉപയോഗിച്ചില്ലെന്ന് തന്നെ വരും. പക്ഷേ CCTV എങ്ങനെയാണോ, നമ്മൾ ഇന്നിപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് നിർത്തുന്ന സമയത്തോ കേടായി പോകുമ്പോൾ പോലുമാണ് ചിലപ്പോൾ നമ്മളതൊന്ന് ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ മാത്രം. അല്ലാതെ നമ്മൾ CCTV നിർത്തുന്ന ഒരു പ്രശ്നമില്ല. വർഷങ്ങളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന CCTV സിസ്റ്റംസ് തന്നെയുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഈ ഓഫീസിൽ ഇൻസ്റ്റലേഷൻ ചെയ്തേക്കണ 2015-16 എങ്ങാണ്ടാണ് ഇവിടെ ഇൻസ്റ്റലേഷൻ ചെയ്തത്. ആ ഒരു സമയം മുതൽ ഇത് കറണ്ട് പോകുന്ന സമയത്തല്ലാതെ ഇത് ഓഫ് ആകുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള
നാൻഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന SSD ഒക്കെ വെച്ചേക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ട് ഇവിടെ ഇരിക്കുന്ന CCTVയുടെ ഒക്കെ SSD ഞാൻ മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ എത്രയോ വർഷമായി. അപ്പം SSD എന്ന് പറയുന്നത് അതിനൊരു ലൈഫ് ഉണ്ട്. അതിൻ്റെ ആ ഒരു ലൈഫ് വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതേസമയം ഇതേപോലെയുള്ള ഹാർഡ് ഡിസ്കുകൾക്ക് അങ്ങനെ ഒരു എൻഡ് ലൈഫ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പൊതുവേ കംപ്ലൈൻ്റ് ആയി പോകുന്നത് എന്തെങ്കിലും ഷെയ്ക്കിംഗ് ഒക്കെ സംഭവിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഹാർഡ് ഡിസ്ക് നിങ്ങൾ ഇട്ട് ഒരു NVR അല്ലെങ്കിൽ DVR വെക്കുന്നുണ്ടെങ്കിൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും റാക്കി വേണ്ടാന്ന് പറയരുത്. നിങ്ങൾ ടേബിളിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടുള്ള DVR NVR ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന സമയത്ത് ഈ DVR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സ്പീഡിൽ കറങ്ങുന്ന ഒരു സാധനത്തെ ഇങ്ങോട്ടൊരു തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഷെയ്ക്കിങ് സംഭവിക്കും. ആ ഒരു ഷെയ്ക്കിങ് മതി ഈ ഒരു ഹാർഡ് ഡിസ്ക് ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയി പോകാൻ വേണ്ടിയിട്ട്. ഈ ഇരിക്കുന്ന 3 ഹാർഡ് ഡിസ്കില്ലേ, ഈ 3 ഹാർഡ് ഡിസ്കും കംപ്ലൈൻ്റ് ആണ്. ഇത് പുതിയ ഹാർഡ് ഡിസ്ക് ഒന്നും അല്ല. അത് പല സ്ഥലങ്ങളിലായിട്ട് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് വന്നേക്കണത് ഞങ്ങൾ മാറിയിട്ട് ഇവിടെ ചുമ്മാ വെറുതെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഗൂഗിളിൽ നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെയും SSDയുടെയും ലൈഫ് നോക്കുവാണെങ്കിൽ SSDയുടെ ലൈഫ് 10 ഇയർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതേസമയം ഹാർഡ് ഡിസ്കിൻ്റെ ലൈഫ് ഒരു 5 ഇയർ എന്നാണ് കാണിക്കുന്നത്. നമ്മളിത് കമ്പ്യൂട്ടറിൽ ഇടുന്ന കാര്യമാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. അല്ലാതെ ഇതിനെ CCTVക്കുള്ളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ഒരു SSD അതിൻ്റെ ലൈഫൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചു പോകും. കാരണം അതിനെക്കൊണ്ട് ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു ലിമിറ്റ് ഉണ്ടെന്ന്. ആ ഒരു ഡാറ്റ റൈറ്റിംഗ് ലിമിറ്റ് നമ്മൾ അതിന് മുന്നേ തന്നെ എക്സീഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല എന്ന് പറയണതിൻ്റെ മറ്റൊരു കാര്യം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. മൂന്നാമത്തെ കാര്യം അതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSDയിൽ നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇതൊരു കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡാറ്റ നമുക്ക് യാതൊരു റിട്രൈവിംഗ് ടൂൾ ഉപയോഗിച്ചിട്ടും റിട്രൈവ് ചെയ്തെടുക്കാൻ കഴിയില്ല. അതേസമയം ഹാർഡ് ഡിസ്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇതിപ്പോൾ ഇതിൻ്റെ ബോർഡാണ് കംപ്ലൈൻ്റ് ആയി പോയെങ്കിൽ ഈ ബോർഡൊക്കെ മാറ്റിയിട്ട് ഡാറ്റ റിക്കവറി ചെയ്തെടുക്കുന്ന ആൾക്കാരായി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡാറ്റ റിക്കവർ ചെയ്ത് തരും. പക്ഷേ SSD എന്നാണ് പോയേക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡാറ്റ റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് SSDയുടെ ചിപ്സെറ്റ് ഡാമേജ് ആയി പോകുന്ന കാര്യം കേട്ടോ. ഇതിൽ നിന്ന് ഒരു സാധനം ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റിയേക്കും. ബട്ട് അത് ചിപ്പ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഡാറ്റ റിട്രൈവിങ് കേപ്പബിലിറ്റി ഇതിനൊന്നും ഇല്ല. അതാണ് അത്രയേ പറയാനുള്ളൂ. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന 120 GB SSD ആണ്. ഇതിൻ്റെ കോസ്റ്റ് ആവറേജ് ഒരു 1650 1600 ആ റേഞ്ചൊക്കെ വരും. ഇത് ഒരു 1 TB അതായത് 1024 GB ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്രോക്സിമേറ്റ് ഒരു 3800 3900 ആ ഒരു റേഞ്ചൊക്കെയാണ് ഏകദേശം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി SSD എന്ന് പറയുന്നത് വളരെ വില കൂടിയൊരു സംഗതിയാണ്. ഇത് 120 GB ഉള്ളൂ, ഇത് 1024 GB ഉണ്ട്. എന്നാലും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500 രൂപ ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു പുതിയ ടെക്നോളജിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, SSD എന്ന് പറയുന്നത് ഈ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി വളരെയധികം ചിലവേറിയതാണ്. നമ്മുടെ സർവൈലൻസ് ആവശ്യങ്ങൾക്ക് അതൊട്ടും സ്യൂട്ടബിളും അല്ല. അതേസമയം ഗെയിമിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും സെർവറുകളായാലും SSD എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജിയെ പറ്റി നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പോലും പറ്റില്ല. കാരണം ഇതിൻ്റെ പെർഫോമൻസ് വൈസ് നമുക്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രമാണ് SSDനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.